if sin inverse 2a divided by 1 plus a square plus cos inverse ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് 1 minus a square divided by 1 plus a square is equal to tan inverse of 2x divided by 1 minus x square. ഇനി തന്നിട്ടുണ്ട് എന്താ എയും എക്സും എന്താ 0യ്ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെയോ വലിയ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ പോലൊക്കെ നമുക്ക് തോന്നും അല്ലേ? പക്ഷേ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെ. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് NCERT-യിൽ നിരവധി തവണ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻസും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വേറെ ഫോർമാറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാ നോക്കിയേ, ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 2a ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും IMUCT-യിൽ എന്ത് ചെയ്തിട്ടുള്ളതാ, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ അവരുടെ ഈ വർഷത്തെ 2025-ലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും റിലീസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. അതാ നോക്കിയേ, ഈ 2a സൈൻ ഇൻവേഴ്സ് നമ്മൾ NCERT-യിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും ഈ ഇൻവേഴ്സുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ട് സൈൻ ഇൻവേഴ്സ് ഒരു അകത്തൊരു എക്സ്പ്രഷൻ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ്പ്രഷനകത്തുള്ള എലമെന്റ്സിന് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സിംപ്ലിഫൈ ചെയ്യും. സൈൻ ഇൻവേഴ്സും സൈനും സൈൻ ഇൻവേഴ്സ് വരുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, അകത്ത് സൈൻ വരണം. സോ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ഔട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ടൊരു സാധനം നമുക്ക് കിട്ടും. അതുപോലെ കോസ് ഇൻവേഴ്സ് കിടക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷന് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ എയ്ക്ക് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും എന്താവും, ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാവും അല്ലേ? നമ്മൾ ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ സെയിം ഐഡിയ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും ആ സെയിം ഐഡിയ യൂസ് ചെയ്യാൻ പോകുന്നത്. അതാന്ന് നോക്കിയാൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് ആ കിടക്കുന്നത്. നമുക്ക് അകത്ത് വരേണ്ട എന്താ, സൈൻ ആ വരേണ്ടത്. സോ ഈ എക്സ്പ്രഷൻ 2a ഡിവൈഡഡ് ബൈ 1 പ്ലസ് a സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് എയ്ക്ക് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അത് എന്താക്കണം, സൈൻ്റെ ഒരു ഫോമാറ്റിലാക്കണം. നമുക്ക് ആകെ അറിയാം, നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ, സൈൻ 2 തീറ്റ അത് ടാനിലുള്ള എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞേ 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷനാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എയ്ക്ക് പകരം, ഏതിന് പകരം, എയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും, ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും അല്ലേ? എയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എയ്ക്ക് പകരം ടാൻ തീറ്റ കൊടുക്കുമ്പോൾ എന്താവും, ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആവും, പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എയ്ക്ക് പകരം നമ്മൾ എന്താ കൊടുത്തത്, ടാൻ തീറ്റ. സോ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ഇതെന്താ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, സൈൻ 2 തീറ്റ ആണ്, സൈൻ 2 തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താ, അത് കോസ് 2 തീറ്റ ആണ് അല്ലേ? എന്താണ്, കോസ് 2 തീറ്റ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, എന്താ തന്നിരിക്കുന്നത്, ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് x സ്ക്വയർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ആവും, നമുക്ക് എന്ത് കിട്ടും, 2 തീറ്റ കിട്ടും. ഇവിടെ കോസ് ഇൻവേഴ്സും പോകും, നമുക്ക് എന്ത് കിട്ടും, 2 തീറ്റ കിട്ടും. ഓക്കെ ആണോ? സോ 2 തീറ്റ പ്ലസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് x സ്ക്വയർ. നമുക്ക് x അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിനെ അവിടെ ഇടാം, ഇവനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, ടാനിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യും, ടാൻ ഓഫ് എന്ത് കിട്ടും, 2 തീറ്റ പ്ലസ് 2 തീറ്റ എന്താ, 4 തീറ്റ. 2 തീറ്റ പ്ലസ് 2 തീറ്റ എന്താ, 4 തീറ്റ. പക്ഷെ ടാൻ 4 തീറ്റ ഒന്നും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയത്തില്ല. നമുക്ക് ആകെ അറിയാം എന്താ, ടാൻ 2 തീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം അല്ലേ? ടാൻ 2 തീറ്റയുടെ എക്സ്പാൻഷൻ എന്താ, അതും നമുക്കറിയാം. ടാൻ 2 തീറ്റയുടെ എക്സ്പാൻഷൻ എന്താ, 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. പക്ഷെ ടാൻ 4 തീറ്റ അല്ലേ ഇവിടെ വരുന്നത്, ടാൻ 4 തീറ്റ അല്ലേ ഇവിടെ വരുന്നത്. ടാൻ 4 തീറ്റ ഈസിക്കൽ എന്ന് വരും 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് x സ്ക്വയർ എന്ന് വരും. പക്ഷെ നമുക്ക് ടാൻ 4 തീറ്റ എന്ത് ചെയ്യാൻ അറിയത്തില്ല, എക്സ്പാൻഡ് ചെയ്യാൻ അറിയത്തില്ല. അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ടാൻ 3 തീറ്റ വരെയുള്ള എക്സ്പാൻഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ടാൻ 3 തീറ്റ വരെയുള്ള എക്സ്പാൻഷൻസ് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേക്കണം. ടാൻ 4 തീറ്റ അറിയത്തില്ല. പക്ഷെ ടാൻ 4 തീറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടാൻ ഓഫ് 2 ഇൻറ്റു 2 തീറ്റ എന്ന് എഴുതാം. ചെറിയൊരു എറർ പറ്റി പോയതാണേ. Okay, let a is equal to
ടാൻ തീറ്റ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ ആ എക്സ്പ്രഷൻസ് ഒന്നുകൂടെ എഴുതാം, നോട്ടിന് വേണ്ടി ഒന്നുകൂടെ എഴുതി വെച്ചേക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 tan theta divided by 1 plus tan square theta plus cos inverse of 1 minus tan square theta divided by 1 plus tan square theta is equal to tan inverse of 2h divided by 1 minus h square. So sin inverse of ഇതെന്താവും? sin 2 theta നമുക്ക് എന്ത് കിട്ടും? sin inverse of sin 2 theta plus cos inverse of cos 2 theta is equal to tan inverse of 2h divided by 1 minus h square. So ഇതെന്ത് കിട്ടും? 2 theta plus 2 theta is equal to tan inverse of 2h divided by 1 minus h square. Okay, so tan 2 theta plus 2 theta എന്താവും? 4 theta ആവും. tan 4 theta is equal to 2h divided by 1 minus h square ആവും. ഓക്കെ, ഓക്കെ. സോ ഞാൻ അടുത്തൊരു പേജിലോട്ട് എഴുതി കാണിച്ചു തരാം. നമുക്ക് എന്ത് കിട്ടി? tan 4 theta നമുക്കറിയാം. tan 4 theta എക്സ്പാൻഷൻ നമ്മുടെ കയ്യിൽ ഇല്ല. നമുക്ക് tan 2 theta എക്സ്പാൻഷൻ നമുക്ക് അറിയാം അല്ലേ? tan 4 theta എക്സ്പാൻഷൻ അറിയത്തില്ല. സോ tan ഓഫ് 4 theta ഞാൻ എങ്ങനെ എഴുതും? 2 into 2 theta എന്ന് എഴുതും. ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 2h divided by 1 minus h square. ഇതിൽ നിന്ന് h ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഇതാ നോക്കിയേ, ഈ 2 theta എന്ന് പറയുന്ന കണ്ടല്ലോ, tan 2 theta എന്ന് കിടക്കുന്ന tan 4 theta നമ്മൾ എങ്ങനെ എഴുതി? tan 2 into 2 theta എന്ന് എഴുതി. ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? tan 2a ഈസ് ഈക്വൽ ടു എന്താ? നമുക്ക് അറിയാം, 2 tan a divided by 1 minus tan square a അല്ലേ? tan 2 into ഒരു ആംഗിൾ tan 2 theta എന്ന് പറഞ്ഞാൽ 2 tan theta divided by 1 minus tan square theta. ഇവിടെ ആൾറെഡി ഒരു തീറ്റ കിടപ്പുണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തത്? a എന്ന് പറയുന്ന എക്സ്പാൻഷൻ ഉപയോഗിച്ചത് അല്ലേ? ഓക്കെ, സോ ഇവിടെ എന്താ കിട്ടും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? tan 2 ഇവിടെ ആംഗിൾ കിടപ്പുണ്ട്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 2 theta. 2 theta തൽക്കാലം നമുക്ക് എന്ത് വിളിക്കാം? a എന്ന് വിളിക്കാം. ഓക്കെ, സോ അതിന്റെ എക്സ്പാൻഷൻ പറയാൻ നേരം 2 tan a എന്ന് പറഞ്ഞാൽ എന്താ? tan 2 theta divided by 1 minus tan square a. tan square എന്ന് പറഞ്ഞാൽ എന്താ? tan square 2 theta. ഓക്കെ ആണോ? ഓക്കെ, സോ ഇതൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയേ, നമുക്ക് കൃത്യമായി മനസ്സിലാവും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? tan 2 theta ആണെന്ന് മനസ്സിലാവും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? tan 2 theta ആണെന്ന് മനസ്സിലാവും. സോ tan 2 theta നമ്മുടെ കയ്യിൽ ഇല്ല, പക്ഷേ നമ്മുടെ കയ്യിൽ ഉള്ള ഒരാളുണ്ട്. എന്താ? എയ്ക്ക് എന്താ നമ്മൾ കൊടുത്തത്? tan theta എന്നാ കൊടുത്തത്. എയ്ക്ക് എന്താ നമ്മൾ കൊടുത്തത്? tan theta എന്നാണ് നമ്മൾ കൊടുത്തത് അല്ലയോ? സോ ഈ tan 2 theta വീണ്ടും ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. tan 2 theta എന്ന് പറഞ്ഞാൽ എന്താ? 2 tan theta divided by 1 minus tan square theta. tan theta നമ്മുടെ കയ്യിലുണ്ട്. tan theta എന്തായിരുന്നു? a ആയിരുന്നു. എയ്ക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എന്തെന്ന്? tan theta എന്ന്. സോ 2a divided by 1 minus a square ആൻസർ കിട്ടും. സോ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 2a divided by 1 minus a square. നമ്മൾ ഉപയോഗിച്ച ഐഡിയ മനസ്സിലായല്ലോ. നമുക്കറിയാം tan 3 theta വരെയുള്ള എക്സ്പാൻഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. tan 4 theta എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതി? tan 2 into 2 theta എന്ന് എഴുതി. എന്നിട്ട് തൽക്കാലത്തേക്ക് ആ 2 theta ഞാൻ എന്ത് വിളിച്ചു? a എന്ന് വിളിച്ചു. അപ്പൊ tan 2a എന്ന് വന്നു. tan 2a എക്സ്പാൻഷൻ എന്താ? 2 tan a divided by 1 minus tan square a. അപ്പൊ ആ എക്സ്പാൻഷൻ എഴുതി 2 tan a. എക്ക് വരെ എന്ത് തന്നെ എഴുതി? 2 theta എന്ന് തന്നെ എഴുതി. സോ 2 tan a divided by 1 minus tan square a. ഓക്കെ, അങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി എക്സ് എന്താണ്? tan 2 theta ആണെന്ന് മനസ്സിലായി. ഇനി നമുക്കറിയാം tan 2 theta എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ എക്സ്പാൻഷൻ തന്നെയാണ്. ഇവിടെ എക്ക് വരെ തീറ്റ തന്നെ ഡയറക്റ്റ് നമുക്ക് കിട്ടി. നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമുക്ക് കിട്ടി. സോ tan 2 theta എന്ന് പറഞ്ഞാൽ എന്താ? 2 tan theta divided by 1 minus tan square theta. സോ tan theta എന്താണെന്ന് നമുക്കറിയാം? a ആണെന്ന് അറിയാം. കാരണം നമ്മൾ ഫസ്റ്റിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ? let a is equal to tan theta എന്നാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ എക്സ് എന്താന്ന് കിട്ടി? 2a divided by 1 minus a square കിട്ടി. ഓക്കെ ആണേ? ഓക്കെ.